بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 4ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് വാർഷിക പരീക്ഷയിൽ അഖ്ലാഖിന്റെ വിഷയത്തിൽ വന്ന അല്പം ചോദ്യങ്ങളും ഉത്തരങ്ങളും നമുക്ക് പരിചയപ്പെടാം. നമുക്ക് ചോദ്യത്തിലോട്ട് കടക്കാം. ഒന്നാമത്തെ പ്രവർത്തനം, യോജിച്ചവ ചേർക്കാം. ഇവിടെ ബ്രാക്കറ്റിൽ കുറെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. കൈകൊണ്ട് തടയണം, ഖാറൂനെ, എല്ലാവരും വെറുക്കും, നന്മകളാണ്, നല്ലവർ ചിന്തിക്കുക, ലഹരിക്ക് അടിമപ്പെട്ടവർ, എല്ലാവരും ഇഷ്ടപ്പെടും. ഒന്നാമത്തെ ചോദ്യം, സ്വർഗത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നത് നന്മകളാണ്. അതിൻ്റെ നേരെ നന്മകളാണ് എന്ന് എഴുതി കൊടുക്കുക. ചോദ്യം 2, തിന്മകൾ കാണുമ്പോൾ കൈകൊണ്ട് തടയണം. 3, സമ്പത്തും സ്വാധീനവും അഹങ്കാരിയാക്കി ഖാറൂനെ. ചോദ്യം 4, കിബറുള്ളവരെ, അഹങ്കാരമുള്ളവരെ എല്ലാവരും വെറുക്കും. ബ്രാക്കറ്റിലുണ്ട് എല്ലാവരും വെറുക്കും, അതവിടെ ചേർത്ത് കൊടുക്കുക. 5, വിനയമുള്ളവരെ എല്ലാവരും ഇഷ്ടപ്പെടും. ചോദ്യം 6, എല്ലാവരും നന്നാവണം എന്നാണ് നല്ലവർ ചിന്തിക്കുക. ചോദ്യം 7, ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടവരാണ് ലഹരിക്ക് അടിമപ്പെട്ടവർ. അടുത്ത പ്രവർത്തനം, 2 വീതം എഴുതാം. താഴെ കൊടുത്തിരിക്കുന്ന വിഷയങ്ങൾക്ക് 2 വീതം ഉദാഹരണങ്ങൾ എഴുതി കൊടുക്കുക. ഒന്നാമത്തെ ചോദ്യം, സത്യവിശ്വാസികളുടെ കടമകൾ. സൽക്കർമ്മം കൊണ്ട് കൽപ്പിക്കുക, ദുഷ്കർമ്മങ്ങൾ തടയുക. ഇവ രണ്ടും സത്യവിശ്വാസികളുടെ കടമകളാണ്. നമ്മുടെ പാഠപത്തിലുണ്ട്. 2ൽ രണ്ടാമത്തെ ചോദ്യം, അഹങ്കാരത്തിന്റെ ലക്ഷണങ്ങൾ. വലിയവനാണെന്ന് നടിച്ചു ഗമയിൽ നടക്കുക, മറ്റുള്ളവരെ നിസ്സാരമായി കാണുക. മൂന്നാമത്തത്, അസ്സബഉൽ മൂബിഖാത്ത്, വൻ പാപങ്ങൾ, വിനാശകരമായ 7 പാപങ്ങൾ എന്ന പാഠത്തിലുള്ള അസ്സബഉൽ മൂബിഖാത്ത്. 1, അല്ലാഹുവിനോട് പങ്കു ചേർക്കുക, സിഹ്ർ, മാരണം ചെയ്യുക. ഇത് രണ്ടും എഴുതി കൊടുക്കുക. അല്ലെങ്കിൽ മറ്റു 7 ഏതെങ്കിലും 2 എഴുതിയാലും മതി. പലിശ തിന്നുക, അതുപോലെയുള്ള. ഇനിയുള്ള പ്രവർത്തനം പൂർത്തിയാക്കാം എന്നാണ്. ഒന്നാമത്തെ ചോദ്യം, യഥാർത്ഥ അറിവ് വിനയത്തെയാണ് ഉണ്ടാക്കുന്നത്. 2, വിരുന്നുകാർക്ക് പ്രത്യേക പരിഗണന ലഭിക്കുന്നത് 3 ദിവസമാണ്. 3, അയൽവാസിക്ക് ഗുണം ചെയ്യൽ പരലോക വിശ്വാസത്തിന്റെ അടയാളമാണ്. 4, അൽ ഖംറു മിഫ്താഹു കുല്ലി ശർരിൻ. 5, ഇത്തഖുൽ ളുൽമ ഫഇന്നൽ ളുൽമ ളുലുമാതുൻ യൗമൽ ഖിയാമ. 4ാമത്തെ പ്രവർത്തനം, തെറ്റും ശരിയും
അടയാളപ്പെടുത്താം. താഴെ പറയുന്ന ചോദ്യങ്ങൾ, കാര്യങ്ങൾ ശരിയാണെങ്കിൽ ശരിയെന്ന് ടിക്കറ്റ് കൊടുക്കുക, തെറ്റാണെങ്കിൽ തെറ്റ് എന്ന് ഇട്ട് കൊടുക്കുക അതിൻ്റെ നേരെയുള്ള കള്ളിയിൽ. ഒന്നാമത്തെ ചോദ്യം: നാം ഒരാളെ ആക്രമിച്ചാൽ അവൻ്റെ കൂടെ അള്ളാഹു ഉണ്ടാവുകയില്ല. നമ്മളെ 9ാമത്തെ പാഠത്തിലുണ്ട്. നാം ഒരാളെ ആക്രമിച്ചാൽ അവൻ്റെ കൂടെ അള്ളാഹു ഉണ്ടാകും. അപ്പോൾ അത് തെറ്റാണ്. 2, ധൂർത്തുപോലെ ഒഴിവാക്കപ്പെടേണ്ട സ്വഭാവമാണ് പിശുക്ക്. അത് ശരിയാണ്. ശരി എന്ന ടിക്കറ്റ് കൊടുക്കുക. 3, അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവർ അതിഥിയെ സൽക്കരിക്കട്ടെ. അത് ശരിയാണ്. 4, കുടുംബബന്ധം പുലർത്തുന്നവർക്ക് ധനം വർദ്ധിക്കുകയില്ല. ധനം വർദ്ധിക്കും എന്നാണ്. അപ്പം അത് തെറ്റാണ്. ഇനി 5ാമത്തെ പ്രവർത്തനം, ഉത്തരം എഴുതാം എന്നാണ്. ഒന്നാമത്തെ ചോദ്യം: ലാ ബഅസ തഹൂർ ഇൻഷാ അല്ലാഹ്. ഇത് എപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാറുണ്ടായിരുന്നത്? രോഗികളെ സന്ദർശിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാറുണ്ടായിരുന്ന ഒരു ആശ്വാസവാക്കാണ് ലാ ബഅസ തഹൂർ ഇൻഷാ അല്ലാഹ് എന്നത്. 2, ജീവനുള്ള മൃതദേഹങ്ങളാണത്. ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞത് ആരെക്കുറിച്ചാണ്? നന്മ ഉപദേശിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യാത്തവർ ജീവനുള്ള മൃതദേഹങ്ങൾ ആണെന്ന് ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞിരിക്കുന്നു. 3, അസൂയാലു ചിന്തിക്കുന്നത് എങ്ങനെയാണ്? നല്ലതെല്ലാം തനിക്ക് മാത്രം, മറ്റുള്ളവർക്ക് ഒരു നന്മയും ഉണ്ടാവരുത്. ഇങ്ങനെയാണ് അസൂയാലു ചിന്തിക്കുന്നത്. 4, തീർച്ചയായും ഉത്തരം ലഭിക്കുമെന്ന പ്രാർത്ഥന ഏതാണ്? തീർച്ചയായും ഉത്തരം ലഭിക്കുന്ന പ്രാർത്ഥന ഏതാണ്? മാതാപിതാക്കൾ മക്കൾക്കെതിരെ നടത്തുന്ന പ്രാർത്ഥനയ്ക്ക് തീർച്ചയായും ഉത്തരം ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവസാനത്തെ പ്രവർത്തനം വ്യക്തമാക്കാം. സലാം പറയേണ്ടവരെ വ്യക്തമാക്കാൻ. ഒന്നാമത്തേത്, വരുന്നവർ ആർക്കാണ് സലാം പറയേണ്ടത്? സദസ്സിലുള്ളവർക്ക്. അപ്പം അതിൻ്റെ നേരെ സദസ്സിലുള്ളവർക്ക് എന്ന് എഴുതുക. 2, ചെറുസംഘം, വലിയ സംഘത്തിന്. 3, നിൽക്കുന്നവർ, ഇരിക്കുന്നവർക്ക്. 4, നടക്കുന്നവർ, നിൽക്കുന്നവർക്ക്. ഇങ്ങനെ എഴുതുക.